1993 ജനിച്ച 32 വയസ്സുള്ള കല്യാണി പ്രിയദർശൻ നായർ അത്ഭുതം തീർത്തിരിക്കുകയാണ് ലോക എന്ന സിനിമയിലൂടെ. നമുക്കറിയാം, ഫാന്റസി കഥകൾ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. ഈ കഥ എന്ന് പറയുന്നത് ഒരു സൂപ്പർ സ്റ്റാറിനെ സൃഷ്ടിച്ചിരിക്കുകയാണ്. 7 ദിവസം കൊണ്ട് 100 കോടി ക്ലബിൽ ഇടം നേടിയ ദക്ഷിണേന്ത്യയിൽ ഒരു നായിക, അതായത് ഇതില് നായകനോ വേറെ ഒന്നും യാതൊരു പ്രാധാന്യവും ഇല്ലാത്ത ഒരു ചിത്രമാണ്. നായികയാണ്, അതായത് നിറഞ്ഞു നിൽക്കുന്ന ഒറ്റ കഥാപാത്രമേ ഉള്ളൂ, അത് കല്യാണി പ്രിയദർശനാണ്. അപ്പോ അങ്ങനെ ഒരു അത്ഭുതം തീർത്തിരിക്കുന്ന ഒരു കഥയാണ്. കഥയ്ക്ക് തന്നെ ഇതിനൊരു പ്രത്യേകതയുണ്ട്. നമുക്കറിയാം, കള്ളിയങ്കാട്ട് നീലിയുടെ ചരിത്രം എല്ലാവർക്കും അറിയാം. ഈ കള്ളിയങ്കാട്ട് ഈ പ്രദേശം എന്ന് പറയുന്നതിന് നാഗർകോവിലിൽ നിന്നും 5 കിലോമീറ്റർ അകലെയുള്ള പഴകന്നൂരിനടുത്തുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ കഥയില് നമുക്കറിയാം, ഈ കഥയില് ഈ യക്ഷിയെ, നീലന്റെയും നീലയുടെയും കഥകളൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോ അല്ലിയും അമ്പിയും പുനർജന്മം എടുത്താണ് നീലനും നീലിയുമായത്. ആ കഥകളൊക്കെ അറിയാം. ഇതെല്ലാം നമ്മൾ പഠിച്ചത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐതിഹ്യമാലയിലൂടെയാണ്. കൊട്ടാരത്തിൽ ശങ്കുണ്ണി എഴുതിയ ഐതിഹ്യമാലയിലൂടെയാണ് ഇതൊക്കെ നമ്മൾ പഠിച്ചത്. പക്ഷെ അതിനകത്ത് ഒരു കുഴപ്പമുണ്ട്. ഇതിനകത്ത് കടമറ്റത്ത് കത്താനാരല്ല ഈ യക്ഷിയെ തളയ്ക്കുന്നത്. ഈ യക്ഷിയെ തളച്ച് മാതൃഭാവത്തിൽ കുടിയിരുത്തുന്നത് സൂര്യകാലടി മനയിലെ ഭട്ടതിരിപ്പാടാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കിപ്പോ എല്ലാത്തിനും ഒരു കാര്യം, കഥകളെല്ലാം മാറി മറിഞ്ഞു, ഓരോ കഥകളും അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ഒരു രീതിയുണ്ട്. നമുക്കറിയാം, വടക്കൻ പാട്ടിൽ ചന്തു എന്നുള്ള കഥാപാത്രം എന്ന് പറയുന്നത് ഒരു ചതിയനാണ്. പക്ഷെ അതിനെ MD വാസുദേവൻ നായർ ഏറ്റവും നല്ലവനായ ഒരു കഥാപാത്രമാക്കി എടുത്ത് ഒരു കഥാകാരന്റെ സ്വാതന്ത്ര്യമായിരിക്കാം. അതുപോലെ തന്നെയാണ് ഡൊമിനിക് അരുൺ സംവിധാനം ചെയ്ത ലോക എന്ന സിനിമയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം അതിന്റെ ഒരു മൂർത്തമായ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് വളരെ 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 ആളുകളെ ജിജ്ഞാസയിലൂടെയും മറ്റൊരു തലത്തിൽ ആ ചിത്രം കൊണ്ടുപോകുന്നു എന്നുള്ളത് വളരെ സത്യമാണ്. അതായത് കല്യാണി മലയാളം വല്ലാത്തൊരു അഭിനയ ശേഷിയിലൂടെ ഇനി ഇത് തെന്നിന്ത്യൻ സിനിമാ ലോകം കീഴടക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.